ഹായ് ഫ്രണ്ട്സ്, സൈക്കിൾ ജിയോമെട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബോട്ടം ബ്രാക്കറ്റ് ഡ്രോപ്പ്, BB ഡ്രോപ്പ്. അതായത് രണ്ട് വീൽ ആക്സിലിൽ നിന്ന് ബോട്ടം ബ്രാക്കറ്റ് എത്രമാത്രം അകലത്തിലാണ്, അതായത് ഈ ഒരു സാങ്കല്പിക ലൈനിൽ നിന്ന് ബോട്ടം ബ്രാക്കറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ഹൈറ്റിനെയാണ് BB ഡ്രോപ്പ് എന്ന് പറയുന്നത്. BB ഡ്രോപ്പ് കൂടിക്കഴിയുമ്പോൾ, അതായത് ഈ ഒരു ഹൈറ്റ് കൂടിക്കഴിയുമ്പോൾ ബോട്ടം ബ്രാക്കറ്റ് താഴത്തോട്ട് വരും. ഈ ഒരു ഹൈറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ ബോട്ടം ബ്രാക്കറ്റ് മുകളിലോട്ട് വരും. ബോട്ടം ബ്രാക്കറ്റ് താഴത്തോട്ട് വരുന്നതോറും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയും. നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യും. അതേപോലെ തന്നെ നല്ല സ്പീഡിൽ പോയിട്ട് വളവ് തിരിക്കുന്ന സമയത്ത് പെഡൽ താഴെ മുട്ടി സൈക്കിൾ മറിഞ്ഞു വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. റോഡ് ബൈക്കുകൾക്കാണ് ഏറ്റവും കൂടുതൽ ബോട്ടം ബ്രാക്കറ്റ് ഡ്രോപ്പ് ഉള്ളത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും സൈക്കിൾ മേടിക്കുമ്പോൾ BB ഡ്രോപ്പ് ശ്രദ്ധിക്കേണ്ടതും മൗണ്ടൻ ബൈക്ക്, ഗ്രാവൽ ബൈക്ക്, പിന്നെ സൈക്ലോ ക്രോസ് ബൈക്കുകൾ, ക്രിട്ട് റേസ് ബൈക്കുകൾ. മൗണ്ടൻ ബൈക്കിലും ഗ്രാവൽ ബൈക്കിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്ലുള്ള വഴിക്കൂടെ പോവും, മരങ്ങളുടെ ഇടയ്ക്കൂടെ, വേരിൻ്റെ ഇടയ്ക്കൂടെ പോവും. അങ്ങനെയുള്ള സമയത്ത് BB ഡ്രോപ്പ് ഹൈറ്റ് കുറവല്ലെങ്കിൽ, അതായത് BB ഡ്രോപ്പ് കുറവാവുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റും. BB ഡ്രോപ്പ് അവിടെ കൂടുതലാണെങ്കിൽ സൈക്കിൾ കല്ലുമ്മ വേരുമൊക്കെ തട്ടി വീഴാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇനി സൈക്ലോ ക്രോസ് ബൈക്കുകളിലേക്കും ക്രിട്ട് റേസ് ബൈക്കുകളിലേക്കും വരുമ്പോൾ, ഈ ക്രിട്ട് റേസ് ബൈക്കുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാപ്പിൽ തന്നെ ഒരുപാട് വളവുണ്ടാവും. നല്ല സ്പീഡിൽ റേസിങ്ങിന് പോകുന്ന സമയത്ത്, വളവ് തിരിക്കുന്ന സമയത്ത് BB ഡ്രോപ്പ് കൂടുതലാണെങ്കിൽ വളവ് തിരിക്കുന്ന സമയത്ത് താഴെ മുട്ടി വീഴാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. സൈക്കിളുമ്പോൾ നമ്മൾ ഇരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് BB ഡ്രോപ്പ് കൂടുതലാണെങ്കിൽ നമുക്ക് സൈക്കിളിൻ്റെ അകത്തിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു ഫീൽ ആയിരിക്കും. BB ഡ്രോപ്പ് കുറവാണെങ്കിൽ സൈക്കിളിൻ്റെ മുകളിലിരുന്ന് യാത്ര ചെയ്യണം. അപ്പോൾ ഒരു ഫീല്, അതായത് നമ്മളൊരു കാറിൻ്റെ മുകളിൽ ഒരു സോഫ ഇട്ടിട്ട് അതിൻ്റെ മുകളിലിരുന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റെബിലിറ്റി കുറവ് ഫീൽ ചെയ്യും. അത് തന്നെ സംഭവിക്കേണ്ടത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് BB ഹൈറ്റ് ആണ്. ബോട്ടം ബ്രാക്കറ്റിൻ്റെ സെൻട്രൽ മുതൽ ഗ്രൗണ്ട് വരെയുള്ള ഹൈറ്റിനെയാണ് BB ഹൈറ്റ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയാം. ഗ്രൗണ്ട് ക്ലിയറൻസിൽ എപ്പോഴും മാറ്റം വരാം. അതായത് ടയറിൻ്റെ വോളിയം കുറവാണെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് പിന്നെയും കുറയും. പക്ഷേ BB ഡ്രോപ്പ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഇനി അടുത്ത വീഡിയോസിൽ നമുക്ക് കൂടുതൽ ജിയോമെട്രി മനസ്സിലാക്കാം.